ആലപ്പുഴ മാന്നാറിലെ കലാകൊലപാതക കേസിൽ മുഖ്യപ്രതി അനിൽകുമാറിനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച പോലീസ് പ്രതിക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാൻ കോടതിയിൽ അപേക്ഷയും നൽകി. ഇടുക്കി നെടുങ്കണ്ടത്ത് നിന്ന് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത അനിൽകുമാറിന്റെ സുഹൃത്ത് നാസറിനെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യും. കൊല്ലപ്പെട്ട സമയം മുതൽ അനിൽകുമാർ നാസറുമായി നിരന്തരം ബന്ധപ്പെട്ടതായി ഫോൺ രേഖകൾ വ്യക്തമാക്കുന്നു. അനിൽകുമാർ ഇസ്രായേലിൽ നിന്ന് സ്വമേധയാ വരലെന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് അന്വേഷണ സംഘത്തിന്റെ പുതിയ നീക്കം. അനിൽകുമാറിനായി ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചു. രാജ്യത്ത് ഏത് വിമാനത്താവളത്തിലെത്തിയാലും കസ്റ്റഡിയിലെടുക്കാനാണ് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചത്. അറസ്റ്റ് വാറന്റ് ഇറക്കാൻ പോലീസ് ചെങ്ങന്നൂർ കോടതിയിൽ അപേക്ഷ നൽകി. പ്രതിക്കെതിരെ ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കുന്നതിന് ലുക്കൌട്ട് സർക്കുലർ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഇന്റർപോളിന്റെ നോഡൽ ഏജൻസിയായ CBIക്ക് പോലീസ് കൈമാറിയിരുന്നു. അനിൽകുമാറിന്റെ സുഹൃത്ത് നാസറിനെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യും. അനിൽകുമാറുമായി നാസർ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. CDR രേഖകൾ പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യം വ്യക്തമായത്. കൊല്ലപ്പെട്ട കാലയളവ് മുതൽ നാസറുമായി അനിൽകുമാറിന് തുടർച്ചയായി ബന്ധമുള്ളതായും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം ആവശ്യമെങ്കിൽ നാസറിനെ കസ്റ്റഡിയിലെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ജനം, ആലപ്പുഴ.